ബോസ് ഇതിൽ രാഷ്ട്രീയമായി ഇടപെടാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയാണ്. സ്വാഭാവികമായും വിശ്വാസ സംരക്ഷണ ജാഥയടക്കം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി നടപ്പിലാക്കുന്ന സമയത്ത് അങ്ങ് ഇതിലൊരു വിശ്വാസി എന്ന നിലയ്ക്ക് മാത്രമാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ഇതിൽ രാഷ്ട്രീയമില്ലേ? കോൺഗ്രസ് ഏതെങ്കിലും ഘട്ടത്തിൽ രാഷ്ട്രീയമായി ശബരിമലയോ ഏതെങ്കിലും ദേവാലയങ്ങളെയോ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇവിടെ തന്നെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുവർണാവസരമെന്ന് BJP പറഞ്ഞപ്പോൾ ഞങ്ങൾ സുവർണാവസരമായി കണ്ടോ? നവോത്ഥാന മതിലുമായി ഇറങ്ങി വിപ്ലവം നടത്താനിറങ്ങിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും പ്രത്യേകമായൊരു സമിതി തന്നെ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ മുടക്കി സമാന്തര സംവിധാനം നടത്തിയപ്പോൾ ഞങ്ങളവിടെ രാഷ്ട്രീയ പ്രേരിത സമരത്തിന് നേതൃത്വം നൽകിയോ? ഇപ്പോഴിവിടെ BJP സമാന്തര സംഗമം നടത്തിയ സമയത്തോ അല്ലെങ്കിൽ പമ്പയിൽ ഗവൺമെൻറ് 8 കോടി മുടക്കി 5 പൈസയ്ക്ക് മാർഗമില്ലാത്ത സമയത്ത് അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ തട്ടിപ്പ് എന്നുള്ള നിലയിൽ തട്ടിക്കൂട്ടിയപ്പോൾ അവിടെ ഞങ്ങൾ പോയി വേറൊരു സംഗമം നടത്താൻ പോയോ? ഇല്ല. ഞങ്ങളിപ്പോൾ ഒരു പ്രതിഷേധ യാത്ര നടത്തേണ്ടി വന്നത് എപ്പോഴാണ്? പ്രതിഷേധ യാത്ര നടത്തേണ്ടി വന്നത് ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ കേസിൽ ദേവസ്വം ബോർഡ് പ്രതിയായിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രതിയായിരിക്കുന്നു എന്ന് മാത്രമല്ല മാധു പ്രശ്നം. ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ പ്രസിഡന്റ് 2019 പ്രസിഡന്റിന് നിലവിലുള്ള ഉണ്ണികൃഷ്ണൻ പൊറ്റി അടക്കമുള്ള ആളുകൾ മെയിൽ അയച്ചിട്ടുണ്ട്. അതായത് സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ മിച്ചമുണ്ടെന്നും അതൊരു കല്യാണത്തിന് ധനസഹായമായി കൊടുക്കട്ടെ എന്നും ചോദിച്ച് കൊടുത്തിട്ടുള്ള മെയിൽ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തുകുത്തുകൾ അതുവരെ നടന്നിട്ടും നിസ്വാർത്ഥമായ ജനസേവനമാണ്, ഭക്തിസാന്ദ്രതമായ പ്രവർത്തനമാണ്, സുതാര്യമായ പ്രവർത്തനമാണ് ആ ബോർഡിനെങ്കിൽ അന്ന് തന്നെ ഈ സ്വർണം മിച്ചം വന്നതും അത് കല്യാണത്തിന് കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദേവസ്വം ബോർഡിൽ ശബരിമല സന്നിധിയിൽ അയ്യപ്പൻ്റെ സ്വത്ത് കല്യാണത്തിന് ധനസഹായം കൊടുക്കട്ടെ എന്ന് ഒരാൾ വന്നൊരു സ്പോൺസർ അല്ലെങ്കിൽ ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നൊരു സാഹചര്യമുണ്ടെന്ന് കൃത്യമായ റിട്ടേൺ ഡോക്യുമെൻ്റ് ദേവസ്വം ബോർഡിന് വന്നിട്ട് അന്നിരുന്ന രാഷ്ട്രീയ നേതൃത്വം ആ ദേവസ്വം ബോർഡ് ആ കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്ന് പറയുന്നതും ഇത് കണ്ടില്ല എന്ന് പറയുന്നതിലും എന്ത് സാങ്കത്യമാണുള്ളത്? അതുകൊണ്ട് ദേവസ്വം ബോർഡിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഈ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ തർക്കകക്ഷിയായിട്ടുള്ള ആളുകൾ അറസ്റ്റ് ചെയ്തു, അത് നിരീക്ഷണമാണെന്നൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷേ ആ അറസ്റ്റ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാലവിളംബം, അവിടെ ഇതിൻ്റെ കുറ്റക്കാരായിട്ടുള്ള മുരാരി ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ ഇടതുപക്ഷ ബന്ധം, ഇടതുപക്ഷ സംഘടനാ ബന്ധം, അതടക്കമുള്ള ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകൾ, അപ്പം അന്നിരുന്ന ദേവസ്വം ബോർഡിന്റെ മൗനവും അതിന് കൊടുത്ത പിന്തുണയും ദേവസ്വം ബോർഡിലെ CPM ജീവനക്കാരുടെ ഇടപെടലും അടക്കം സംശയത്തിന് ഇട നൽകുമ്പോൾ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ഭൂരിഭാഗം വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് പോകേണ്ടതില്ല. അല്ലല്ല, വ്യക്തിപരമായ പരാമർശങ്ങളിലേക്കോ രാഷ്ട്രീയമായ പരാമർശങ്ങളിലേക്ക് പോകേണ്ടതില്ല. ചർച്ച അവസാനിക്കുകയാണ്. ഈ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സ്വാഭാവികമായും അന്വേഷണം ഉണ്ടാകും. ഒരാൾ മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ അന്വേഷണം അവിടെ അവസാനിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ.